എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ മായസ് ടാരോറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിണി നക്ഷത്രക്കാരുടെ ഈ സെപ്റ്റംബർ മാസത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ 2025 രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Queen of Swords, King of Swords, the Hanged Man, Eight of Wands, Queen of Cups, Eight of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, വളരെ മെച്യൂറായിട്ട് വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ ശാന്തസുന്ദരമായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ പറയാം. ക്വീൻ ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ പൊസിഷൻ വൈസ് വളരെ ഉയർന്ന പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഒരു ക്ലറിക്കൽ ആ ഒരു രീതിയിലുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു മാനേജറൽ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരം നിങ്ങൾക്കായിട്ട് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ഡിഗ്നിറ്റി അത് നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ക്യൂൻ ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം ആലോചിച്ചിട്ട് സമയമെടുത്താണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും വളരെ വ്യക്തമായിട്ടുള്ള മെച്യൂറായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ഇമോഷൻസിന് അടിമപ്പെട്ടിട്ട് നിങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ലോജിക്കലായിട്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. വളരെ ഗോസിപ്സോ അതുപോലുള്ള കാര്യങ്ങളോ സ്മോൾ ടോക്സിൽ നിങ്ങൾക്ക് അധികം താല്പര്യമില്ല. നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും സംസാരങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാറില്ല. വളരെ ബന്ധങ്ങളിൽ നിങ്ങൾ വളരെ സത്യസന്ധത പുലർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് എല്ലാവരോടും, നിങ്ങൾ അടുപ്പമുള്ള ആളുകൾ വളരെ കുറച്ചായിരിക്കും. ഇപ്പോൾ ആ അടുപ്പമുള്ള ആളുകളോട് നിങ്ങൾ വളരെ സത്യസന്ധരായിരിക്കും. ജോലി സംബന്ധമായിട്ട് ചില സാഹചര്യങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നമ്മൾ അശ്വത്ഥാമ ഹത എന്ന് പറയുന്ന ആ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നുണ അല്ലെങ്കിൽ സത്യം അല്ലാത്തത് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ ഒരേ സമയം തന്നെ സത്യം പറയുകയും നെഗറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എല്ലാവരിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ, ഒരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലും നമ്മൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം എന്നുള്ളത് വളരെ വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പെട്ടെന്ന് അവരത് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ വളരെയധികം ആളുകൾ ബഹുമാനിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. ബോത്ത് കിങ് ആൻഡ് ക്യൂൻ എനർജീസ് നിങ്ങളിൽ ഉണ്ട് ഈ ഒരു സമയത്ത്. അതും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. സൈഡ് ബൈ സൈഡ് എനർജി കണക്ഷൻസ് പറയുമ്പോൾ തന്നെ ഇതൊരു ഒറ്റയ്ക്കുള്ളൊരു വിജയമായിരിക്കില്ല. അപ്പോൾ ഒന്നുകിൽ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ ജനറലി വളരെ സക്സസ് ആണ്. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും ഒരേപോലെ നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് പോകുന്ന ഒരു എനർജി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെങ്ങനെയാണോ ജീവിതത്തെ നോക്കിക്കാണുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ, ജീവിത പങ്കാളിയും ജീവിതത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേര് തമ്മിലുള്ള ചർച്ചകൾ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്ന തന്നെ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ലെവൽ ഓഫ് ഡിസ്കഷൻ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ചില ആളുകൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ്, രണ്ടുപേരും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവരുടെ ഇടയിൽ ചില ആളുകൾ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങൾ ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ എംബസി അതേപോലെയുള്ള രാജ്യാന്തര തലത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികളോ ഇൻ്റർനാഷണൽ ഇതിൽ നിൽക്കുന്ന തരത്തിലുള്ള ജോലികളിലേക്ക് പോകാൻ ഉള്ളൊരു സാഹചര്യം ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ IAS IPS പോലുള്ള ഒരു ഇതിലും സാധ്യതകൾ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എൻജിനീയറിങ് എനർജി കാണിക്കുന്നുണ്ട്.
അതായത് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വളരെ നല്ല പൊസിഷനിലൊക്കെ എത്താനുള്ള അവസരമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നൊരു ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനുള്ള കഴിവുണ്ടോ, അതിന് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയുള്ളവർ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ മാറ്റി വെച്ചിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് ഇപ്പോൾ എൻട്രൻസ് കാര്യങ്ങളൊക്കെ എഴുതുക, അതിലൊക്കെ വിജയ സാധ്യതകളുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. കാരണം ഇവിടെ ഒരു ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻ ഉണ്ട്. ലൈഫ് സ്റ്റക്കായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഒരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ലൈഫ് സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈഫ് മുന്നോട്ടേക്കാണെന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ടേക്ക് ഫസ്റ്റ് ആക്ഷൻ എടുക്കുക. അല്ലാതെ ഞാനിവിടെ സ്റ്റക്കായി പോയെന്ന് ചിന്തിച്ച് നിന്നാൽ അവിടെ തന്നെ നിൽക്കും. ആക്ഷൻ എടുത്തേ പറ്റുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി, ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ജീവിതം നിങ്ങൾ വിചാരിച്ചാൽ മുന്നോട്ടേക്ക് പോകും, നിങ്ങളത് സ്റ്റക്കാണെന്ന് വിചാരിച്ചാൽ അത് അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങി നിൽക്കുക. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതി. ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാത്തത് നിങ്ങൾ പോകുന്ന രീതിയിലായിരിക്കില്ല പോകേണ്ടത്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റി പിടിച്ചു നോക്കൂ. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു നോക്കും, അത് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഒരു കാര്യം മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നാൽ അതിനർത്ഥം അത് സ്റ്റക്കായി എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് സൂചിപ്പിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വർക്കിംഗ് എൻവയൺമെൻറ്റിലും അത് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോയാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫലം ഉണ്ടാകുന്നുണ്ട്. 8 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ലൈഫിൽ പലതും നേടാൻ ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് നേടാൻ ആഗ്രഹിക്കുന്നു, ഫാസ്റ്റായിട്ട് എല്ലാം നടക്കണം. അങ്ങനെയല്ല, ഫാസ്റ്റായിട്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ നേടും. പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക, അല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി ബേൺഡ് ഔട്ടായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതായത് നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബേൺഡ് ഔട്ടായി പോകും, എല്ലാം പെട്ടെന്ന്. അതങ്ങനെയല്ല. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നുള്ളൊരു പഴഞ്ചൊല്ല് ഓർത്ത് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ക്വീൻ ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം കമ്പാഷനേറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട്, അതായത് മറ്റുള്ളവരോട്, സഹജീവികളോട് വളരെയധികം കാരുണ്യവും ദയയും നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ എനർജി, നിങ്ങൾ വളരെയധികം ഉള്ളിൽ ഉള്ള നിങ്ങളുടെ അപകർഷതാബോധം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ച് ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യുന്നു. നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റി വെക്കാനല്ല, അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ, അത് സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് അതായത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി എടുത്ത് കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശാന്തസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ ഈ ഒരു മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ സെൽഫ് കെയർ എടുക്കുകയാണ്. പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ നോക്കുന്നില്ല, ഇവർ നോക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസ് പറയാം. നിങ്ങൾ തന്നെ നോക്കി തുടങ്ങിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ഇപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു മസാജ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്പാ, ഓരോരുത്തർ അവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, സ്ത്രീകളാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രരചനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോബീസ് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതും. സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ വളരെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നൊരു സമയമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.